നമസ്കാരം. മീഡിയ കമ്പാനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം. BPL റേഷൻ കാർഡിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് സംസ്ഥാന സർക്കാരിൻ്റെ നിർണായക പ്രഖ്യാപനങ്ങൾ വളരെ വൈകാതെ ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള നിർണായക സൂചനകൾ ഈ സമയത്ത് സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. നീണ്ട നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സർക്കാർ 2017 BPL റേഷൻ കാർഡിൻ്റെ നിയമത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നതിന് വേണ്ടി ഇപ്പോൾ തയ്യാറെടുത്തിട്ടുള്ളത്. അതായത് നമ്മളുടെ വീടിൻ്റെ വിസ്തീർണം, അതോടൊപ്പം തന്നെ വീട്ടിൽ വാഹനമുള്ളവർക്കുള്ള ഇളവുകൾ, അതോടൊപ്പം നമ്മളുടെ സ്ഥല വിസ്തൃതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വരുത്തുകയാണ്. അതായത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ BPL റേഷൻ കാർഡുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി അനുകൂല തീരുമാനത്തിലേക്ക് ഈ സർക്കാർ കടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിവിധ രോഗങ്ങൾ മൂലം ക്ലേശിക്കുന്നവർ, സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർ, അങ്ങനെയൊക്കെയുള്ളവർക്ക് ഇനി ധൈര്യമായിട്ട് BPL കാർഡിന് അപേക്ഷ വെക്കാൻ സാധിക്കും. ഈ പ്രാവശ്യത്തെ അപേക്ഷ ജൂലൈ മാസം 17 വരെയുള്ളൂ. പക്ഷേ നിയമം പ്രാബല്യത്തിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം. വളരെ വൈകാതെ സംസ്ഥാന സർക്കാർ അടുത്ത അപേക്ഷകൾ സ്വീകരിക്കുന്ന ഘട്ടത്തിൽ നടപ്പിലാക്കാൻ പോകുന്ന നിയമ ഭേദഗതികൾ, അതായത് BPL റേഷൻ കാർഡിന് അപേക്ഷ വെക്കുമ്പോൾ APL റേഷൻ കാർഡാണ് നിലവിൽ നമുക്കുള്ളത്. അത് നീല, വെള്ള റേഷൻ കാർഡ് ആയിക്കോട്ടെ, നമുക്ക് അപേക്ഷകൾ സമർപ്പിക്കാം. പക്ഷേ നമ്മളുടെ റേഷൻ കാർഡിൽ ആർക്കും തന്നെ സർക്കാർ ജോലി ഉണ്ടാവാൻ പാടില്ല, സർവീസ് പെൻഷൻ വാങ്ങുന്നവരാവാൻ പാടില്ല, ആദായ നികുതി അടയ്ക്കുന്നവരാകാൻ പാടില്ല. അതോടൊപ്പം തന്നെ മുൻപുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വീടിൻ്റെ വിസ്തീർണം. 1000 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടുകളാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുകളിലുള്ള വീടുകളാണെങ്കിൽ നമുക്ക് അപേക്ഷ വയ്ക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇതിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് ഇപ്പോൾ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട്. 1000-ന് മുകളിൽ, അതായത് 1200, 1300 സ്ക്വയർ ഫീറ്റ് വരെ ഇളവുകൾ ലഭിച്ചേക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഒരു അറിയിപ്പ്. ഇത് ഔദ്യോഗികമായിട്ട് സർക്കാർ സ്ഥിരീകരിച്ചിട്ടില്ല. ഇത് കൃത്യമായിട്ട് പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള നിയമ നടപടികളാണ് സർക്കാർ ആരംഭിച്ചിട്ടുള്ളത്. വളരെ വൈകാതെ ഇതിന് അംഗീകാരം ലഭിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 1300 അല്ലെങ്കിൽ 1200 സ്ക്വയർ ഫീറ്റ് വരെയൊക്കെ വിസ്തീർണമുള്ള വീടുകളിൽ താമസിക്കുന്നവർക്കും BPL റേഷൻ കാർഡിന് അപേക്ഷകൾ വയ്ക്കാം. ഇനി മുൻപുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വാഹനം എന്നുള്ളത്. 4 ചക്ര വാഹനം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു BPL റേഷൻ കാർഡിലേക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ പുതിയ സർക്കാരിൻ്റെ, അതായത് ഈ സർക്കാരിൻ്റെ പുതിയ ഒരു തീരുമാനമനുസരിച്ച് 1000 cc എഞ്ചിൻ കപ്പാസിറ്റിയിൽ താഴെയുള്ള, പ്രത്യേകിച്ച് ചിലപ്പോൾ 800 cc ഒക്കെ ആയിരിക്കും ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു അറിയിപ്പ് വന്നിട്ടില്ല. 1000 cc എഞ്ചിൻ കപ്പാസിറ്റി താഴെയുള്ള വാഹനങ്ങൾ വീട്ടിലുള്ളവർക്ക് ഇളവുകൾ ഉണ്ടായേക്കുമെന്നുള്ളൊരു സൂചന ഈ സമയത്ത് വരികയാണ്. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി, വാഹനത്തിൻ്റെ കാര്യങ്ങളിലും ഇങ്ങനൊരു ഇളവ് കൊടുക്കുന്നതിന് വേണ്ടി സർക്കാർ തീരുമാനിക്കുന്നുണ്ട്. 1000 cc എഞ്ചിൻ കപ്പാസിറ്റിക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു വാഹനമായിരിക്കും വീടുകളുള്ളത്. അങ്ങനെ വാഹനമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് BPL കാർഡ് നൽകേണ്ട ആവശ്യമില്ല. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറുകിട വാഹനങ്ങളായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിന് 1000 cc താഴെയുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇളവുകൾ ഉണ്ടാകും. ഇരുചക്ര വാഹനങ്ങളുണ്ടെങ്കിലും അപേക്ഷ വെക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുമില്ല. ഇനി ഇരുചക്ര വാഹനമാണെങ്കിൽ അപേക്ഷ നിലവിൽ വെക്കുന്നതിൽ തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലതാനും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുൻപ് അപേക്ഷ വയ്ക്കുമ്പോൾ കുടുംബാംഗങ്ങളുടെ എല്ലാം കൂടി സ്ഥല വിസ്തൃതി 1 ഏക്കറിന് മുകളിലാവാൻ പാടില്ലായിരുന്നു. എന്നാൽ പുതിയ ഒരു നിയമ ഭേദഗതി വരുന്നത് ഈ ഒരു സ്ഥലത്തിൻ്റെ വിസ്തൃതിയിലാണ്. നിലവിൽ തരിശായി കിടക്കുന്ന ഉപയോഗശൂന്യമായ ഭൂമിയാണെങ്കിൽ 1 ഏക്കറിന് മുകളിലുണ്ടെങ്കിലും ഇളവുകൾ ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്ന ഒരു സംവിധാനമായിരിക്കും നിലവിൽ വരിക. ഇപ്പോൾ പല കാരണത്താൽ ഇതിലേതെങ്കിലും ഒരു മാനദണ്ഡം തെറ്റിപ്പോയെങ്കിൽ നമുക്ക് BPL കാർഡിന് അപേക്ഷ വെക്കാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ ഇങ്ങനെ പരിഷ്കാരം കൂടി വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇത്തരം റേഷൻ കാർഡിന് സാഹചര്യം ഒരുങ്ങുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് BPL റേഷൻ കാർഡിന് അപേക്ഷ വയ്ക്കുമ്പോൾ രോഗികളായിട്ടുള്ളവർക്ക്, സർക്കാരിൻ്റെ ഭവന പദ്ധതിയിൽ ഇടം ലഭിച്ചവർക്ക്, അതോടൊപ്പം തന്നെ അഗതി ആശ്രയ പദ്ധതികളിലൊക്കെ അംഗങ്ങളായവർക്ക്, സർക്കാരിന് മറ്റേതെങ്കിലുമൊക്കെ ധനസഹായങ്ങൾ ലഭിക്കുന്ന സാധാരണക്കാരാണെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുൻഗണനാ മാർക്ക് ലഭിക്കും. കൂടുതൽ മാർക്ക് നേടുന്നവർക്കാണ് BPL കാർഡ് മുൻഗണനാടിസ്ഥാനത്തിൽ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ആ കാർഡ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക. നിലവിലിപ്പോൾ പഴയ മാനദണ്ഡങ്ങൾ തന്നെയാണ് പിന്തുടരുന്നത്. എന്നാൽ വരുന്ന മാസങ്ങളിൽ സ്വീകരിക്കുന്ന അപേക്ഷകളിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതുമായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.